ഇനിയിപ്പം നമ്മൾ ഫൈനൽ സ്റ്റേജിലേക്ക് വന്നിരിക്കുകയാണ്. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു ചൂടാവട്ടെ. അത് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നല്ലപോലെ ചൂടാവട്ടെ. ഏകദേശം ചൂടായെന്ന് തോന്നുന്നു. അതിനകത്ത് നമ്മൾ ഉള്ളിയും കരിവേപ്പിലയും കൂടി ഇടുകയാണ്. ഉള്ളിയും കരിവേപ്പിലയും കൂടി ഇട്ട് ഏകദേശം ഫൈനൽ സ്റ്റേജിലായി. ഇനിയിപ്പോൾ ഞാനും അടുക്കളയും കൂടെയുള്ള ഒരു യുദ്ധമാണ് ഇനി നടക്കാൻ പോകുന്നത്. ഈ അടുക്കളയുടെ പരുവം കണ്ടു കഴിഞ്ഞാൽ പെറ്റതള്ള സഹിക്കില്ല. അതുകൊണ്ട് ശരിക്കൊരു നല്ലൊരു പണി ഇതിനകത്തുണ്ട്. ആ പണിയൊക്കെ ചെയ്യണം ഇനി ഇത് നമ്മൾ എന്താ പറയുക, നല്ലപോലെ അങ്ങോട്ട് വഴറ്റുക, നല്ലപോലെ അങ്ങോട്ട് മൊരിയണം. ഇതിനങ്ങോട്ട് നല്ലപോലെ മൊരിഞ്ഞതിന് ശേഷം ഈ ചിക്കൻ്റെ പുറത്തോട്ട് അങ്ങോട്ട് ഇട്ട് കഴിയുമ്പം ചിക്കൻ്റെ പരിപാടി കംപ്ലീറ്റായി. ഇനിയിപ്പോൾ ചപ്പാത്തി എടുക്കുമോ ചോറെടുക്കുമോ എൻ്റെ അടുത്താണ് നല്ല സൂപ്പറായിട്ട് നമ്മൾ കഴിക്കാം. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യാൻ ഈ ഒരു സാഹചര്യത്തിന് മുതിരാനായിട്ട് തയ്യാറായിട്ടുള്ളവർ മാത്രം ഇതിലേക്ക് മുതിരുക. അല്ലാത്തവർക്ക് അവിടെ എവിടെയെങ്കിലും കിടന്നുറങ്ങാം. പിന്നെ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കി നോക്കണം, നമ്മൾ എങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത് നമ്മുടേതായിട്ടുള്ള ഓരോ രീതിയിൽ നമ്മൾ പരീക്ഷിച്ച് നോക്കണം. ഇതിൻ്റെ കാര്യം ഓക്കെ ആയി. ഇനി ഇവനെ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് കോരി ഈ ചിക്കനകത്തോട്ടിടുകയാണ്. മണം തന്നെ അടിക്കുമ്പോഴത്തേക്ക് തന്നെ നല്ലൊരു ടേസ്റ്റ് വരുന്നുണ്ട്. എന്തായാലും എൻ്റെ മോള് വരുമ്പോൾ ചിക്കൻ കറി റെഡിയാണ്. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡിയായി. ഇനിയിപ്പം നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ കഴിച്ചതിന് ശേഷം അടുത്ത റെസിപ്പിയുമായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.